നിയമസഭയിലേക്ക് പോവുകയാണ്. അവിടെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. അതിനുശേഷം വോക്കൗട്ട് നടത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. സഭയ്ക്ക് പുറത്തേക്ക് പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം ഒന്നടങ്കം ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് PC വിശ്വനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തുടർന്ന് 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ രേഖകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഖണ്ഡിക്കുന്ന വാദങ്ങൾ PC വിശ്വനാഥ് ഉന്നയിക്കുകയുണ്ടായി. അതിന് ധനമന്ത്രി മറുപടി പറഞ്ഞു. പിന്നീട് പ്രതിപക്ഷ നേതാവും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിന് മേൽ അഴിച്ചുവിട്ടത്. ഫെബ്രുവരി മാസം തന്നെ ഈ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ, 5 മാസത്തെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ ഉള്ള ഉറപ്പാണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പരിഗണന എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷം വോക്കൗട്ട് നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സലിം അലിക്ക് വിവരങ്ങളുമായി ചേരുന്നു. സലിം അലിക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഈ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയമായി സർക്കാരിന് മുൻപിൽ സഭയ്ക്ക് മുൻപിൽ വയ്ക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിൻ്റെ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം, ഏറെ നേരം 30 മിനിറ്റ് സമയത്തോളം സ്പീക്കറിൻ്റെ ഡയസിന് മുൻപിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് സഭ ബഹിഷ്കരിച്ച് സഭ വിട്ട് പ്രതിപക്ഷാംഗങ്ങൾ പുറത്തേക്കിറങ്ങിയത്. ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിൽ ഈ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. നിയമസഭയ്ക്കകത്ത് വലിയ രൂക്ഷമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഭരണപ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലമാണ് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സഭ നിർത്തിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു PC വിശ്വനാഥ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ജോസഫിന്റെ ആത്മഹത്യ ആ നിലയിലുള്ളതല്ല എന്നായിരുന്നു ധനമന്ത്രിയുടെ വാദം. ധനമന്ത്രി പറഞ്ഞത് മറ്റ് പല പ്രശ്നങ്ങൾ മൂലമാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത്, പെൻഷൻ കിട്ടാത്തത് മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നതിന് തെളിവില്ല. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഇത്തരത്തിൽ ജോസഫ് പെൻഷൻ വാങ്ങിയിരുന്നു. മാത്രമല്ല 26,000 രൂപയിലധികം കഴിഞ്ഞ ഒരു വർഷമായി ക്ഷേമ പെൻഷൻ ഒപ്പം തന്നെ തൊഴിലുറപ്പ് കൂലി എന്ന നിലയിൽ ഈ ജോസഫ് വാങ്ങിയിട്ടുണ്ട്. അത് ഒരാളുടെ ആത്മഹത്യ പോലും, ഒരു മനുഷ്യന്റെ ആത്മഹത്യയെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നുള്ളതായിരുന്നു ധനമന്ത്രിയുടെ വിമർശനം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 മാസമായി സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരാൾ ചക്കിട്ടപ്പാറ സ്വദേശിയായ ശ്രീ ജോസഫ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ 5 മാസമായി തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെതിരായും ഈ ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നത്. കാരണം സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. മരുന്ന് മേടിക്കാൻ പണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ ഭിന്നശേഷിക്കാരായ ആളുകൾ, വിധവകൾ, അഗതികൾ, പ്രായമായ വൃദ്ധരായ ആളുകൾ, ഇവരെല്ലാവരും പ്രയാസപ്പെടുകയാണ്. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാരിൻ്റെ മുൻഗണനയിൽ ഈ 5 മാസം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് പരിഹരിക്കണമെന്നുള്ളൊരു നിലപാടില്ല. അവരിപ്പോഴും കേരളീയത്തെക്കുറിച്ചും നവകേരള സദസ്സിനെക്കുറിച്ചും സംസാരിക്കുകയാണ്. സർക്കാരിൻ്റെ മുൻഗണന ആർഭാടവും ധൂർത്തുമാണ്. പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു പോവുകയാണ്. ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. രൂക്ഷമായ പ്രശ്നങ്ങൾ, ഇനിയും ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ഒരു പ്രതിസന്ധി പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരിക്കുന്നു. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നിട്ട് പഴയ കാര്യങ്ങൾ പറയുകയാണ്. അതും ഞങ്ങൾ വളരെ കൃത്യമായ മറുപടി കൊടുത്തു. ഇവർ കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ്. അത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ തെളിവുകൾ നിരത്തി ഇന്ന് നിയമസഭയിൽ ശ്രീ PC വിശ്വനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഞങ്ങൾ പറഞ്ഞു. ഈ ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ മറുപടിയിലൂടെ 2014 നവംബർ ഡിസംബർ മാസത്തിലും 2015 ജനുവരി മാസത്തിലുമാണ് 3 മാസമാണ് ഇത് മുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് മുടങ്ങാൻ കാര്യം? അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആക്കി അത് മാറ്റിയപ്പോഴുണ്ടായ സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു. ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം കൊടുക്കാൻ പറ്റിയില്ല, സാങ്കേതിക തകരാറുണ്ട്. അല്ലാതെ ഒരു മാസത്തെ പെൻഷൻ പോലും ആ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്ന് ഈ സർക്കാരിലെ മന്ത്രിമാർ തന്ന തെളിവുകളും
2016 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ പുറത്തിറക്കിയ ധവളപത്രവും പിന്നീട് ഐസക് തന്നെ നൽകിയ മറുപടികളും കൊണ്ട് കൃത്യമായി വ്യക്തമാക്കി. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു നറേറ്റീവ്, ഒരു പച്ചക്കള്ളം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം മുടങ്ങിയത് എന്ന് കേരളം മുഴുവൻ വ്യാപകമായി ഗീബൽസിയൻ രീതിയിൽ പ്രചരണം നടത്തിയത് ഒളിഞ്ഞു പാളീസായി. ഇപ്പോൾ മന്ത്രി ആത്മഹത്യ ചെയ്ത ജോസഫിനെ അപമാനിക്കുക കൂടിയാണ് ചെയ്തത്. അയാൾ പെൻഷൻ കിട്ടാത്തതുകൊണ്ടല്ല മരിച്ചതെന്ന് മന്ത്രി പറയാണ്. എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറയുന്നത്? അയാൾ 15 ദിവസം മുമ്പ് പഞ്ചായത്തിന് കത്ത് കൊടുത്തു, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ, ഭിന്നശേഷിക്കാരനാണ്, ഭാര്യ മരിച്ചുപോയി, ഇയാൾക്ക് സ്ട്രോക്ക് വന്നതാണ്, മകൾ ഭിന്നശേഷിക്കാരിയാണ്, ഒരു അഗതി മന്ദിരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവിടെയും പണം കൊടുക്കണം. അപ്പോൾ അയാൾക്കുള്ള ആകെയുള്ള വരുമാനം ഇതാണ്. 50 സെന്റ് സ്ഥലത്തിനാണ് പട്ടയമുള്ളത്, കുന്നാണ്, കൃഷി ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ജംഗ്ഷനിലെത്തി ഒരു ചായ കുടിക്കണമെങ്കിൽ 80 രൂപ മുതൽ 120 രൂപ വരെ കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ. ഒരു നിവർത്തിയുമില്ലാത്ത പാവം മരിക്കാൻ നേരത്ത് ഒരു കുറിപ്പടിയിൽ, മരുന്നിൻ്റെ കുറിപ്പടിയിൽ മരിക്കാനുള്ള കാരണം സർക്കാരാണെന്ന് എഴുതി വെച്ചു. അത് പോലീസ് എടുത്തു മാറ്റി. മന്ത്രി പറയുന്നത് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തത് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അയാളെ അവഹേളിക്കുന്ന രീതിയിൽ മന്ത്രി നിയമസഭയിൽ സംസാരിക്കുകയാണ്. അടിമാലിയിലെ മറിയച്ചേടത്തി ഭിക്ഷാപാത്രവുമായി തെരുവിലിറങ്ങിയപ്പോൾ അവർ ഭയങ്കര സമ്പന്നയാണ് എന്ന് പറഞ്ഞു CPM സൈബർ ഗുണ്ടകൾ അവരെ ആക്രമിച്ചു. അവസാനം ദേശാഭിമാനി പത്രത്തിനടക്കം അവരോട് മാപ്പ് പറയേണ്ടി വന്നു. ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത പെൻഷൻ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞ് ഡിസംബറിൽ പെൻഷൻ കൊടുത്തെന്നാ പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുത്തത്, ഓഗസ്റ്റിലെ പെൻഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 5 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഡിസംബറിൽ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഡിസംബറിലെ പെൻഷനല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മന്ത്രി പറയാണ്. അത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുത്തത്. 5 മാസം തുടർച്ചയായി പെൻഷൻ കിട്ടിയിട്ടില്ല. എത്രമാത്രം കടമാണ്, പലചരക്കിടയിൽ കടം, മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ കടം, എവിടെ പോയാലും കടം. ആളുകൾ അപമാനിക്കും. കുറേ നാൾ 5 മാസമൊക്കെയായി കടകളിൽ കടം കൊടുക്കാതിരുന്ന ആളുകൾ ചോദിക്കില്ല, അവർക്കും ഈ പൈസ വേണ്ടേ? അങ്ങനെ ആളുകൾ അപമാനത്താൽ തലകുനിച്ചുകൊണ്ടാണ് ഈ 19 ലക്ഷം പേർ കേരളത്തിൽ നടക്കുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണ്, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണ്? സർക്കാരിൻ്റെ മുൻഗണന ഏതാണ്? പ്രയോറിറ്റി ഏതാണ്? പാവപ്പെട്ട 50 ലക്ഷം പേർക്ക് മുടങ്ങിക്കിടക്കുന്ന 5 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കുകയാണോ? കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ പണം കൊടുക്കാനില്ല, അത് കൊടുക്കുകയാണോ? അതോ ഈ തുലാവർഷക്കാലത്ത് ഇവിടെ മഴ പെയ്ത് കിടക്കുമ്പോൾ കേരളീയം നടത്തി, നവകേരള സദസ് നടത്തിയും 60 ലക്ഷം രൂപയുടെ സ്റ്റേജായിട്ടത് പൈസയില്ലാത്ത സർക്കാർ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി ശ്രീ വിശ്വനാഥോടെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ധൂർത്തിനും അഴിമതിക്കും കയ്യിൽ പണമുള്ള സർക്കാർ കേരളത്തിലെ ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർ, ഈ ജോസഫ് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ടാണ്. പഞ്ചായത്ത് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്നത്. അതാണ് അയാൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക്? അപ്പോൾ അയാൾ മുന്നറിയിപ്പ് കൊടുത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ഇനി ഇത്തരം ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർക്കാരിൻ്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിൻ്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത്. മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. കാരണം ഇത് കേരളത്തിലെ 50 ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിനൊരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത്. അവർക്കത് നേടിയെടുക്കുന്നത് വരെ, അവർക്ക് ആ പെൻഷൻ കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിൽ മറുപടി തൃപ്തികരമാകാത്തതുകൊണ്ടാണ് വാക്കൌട്ട് ചെയ്തത്.